ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഡള്ളായിട്ട് ഡാമേജായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനോർത്തൊരു ഫേഷ്യൽ ചെയ്യാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മമ്മ എർത്തിൻ്റെ ഉപ്താൻ ഫേഷ്യൽ കിറ്റാണ്. ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടർമറിക്കും അതുപോലെ തന്നെ സാഫ്രനാണ് ഉള്ളത്. ഇത് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു ഫേഷ്യൽ കിറ്റാണ്. 6 യൂണിറ്റാണ് ഇതിനകത്തുള്ളത്. എല്ലാം സാമ്പിൾ പാക്കാണ്. പിന്നെ ഇത് മെയ്ഡ് സൈഡ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളൊരു 6 സ്റ്റെപ്പ് ഫേഷ്യൽ കിറ്റാണിത്. പിന്നെ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 399 ആണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അഫോർഡബിൾ ആണ്, അത്യാവശ്യം നല്ലൊരു ഫേഷ്യൽ കിറ്റാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു 6 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഉപ്തൻ്റെ ക്ലെൻസിങ് മിൽക്ക് ഉണ്ട്. ഇതൊരു 10 ml വരുന്നൊരു യൂണിറ്റാണ്. ഇതിൽ ഡയറക്ഷൻ ഓഫ് യൂസ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ വൈപ്പ് വെച്ചിട്ട് ജെൻറ്റ്ലി വൈപ്പ് ചെയ്ത് കളയുക. അതുപോലെ വാട്ടർ വെച്ച് റിൻസ് ഓഫ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു മിൽക്കി കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ നല്ല ലൂസായിട്ടുള്ള ഡ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. നമുക്കിത് കുറച്ച് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് അതുപോലെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം നെക്കിലൊന്നും പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം നല്ല മെസ്സി ആയിരിക്കും. അപ്പോൾ ഇത് വാഷ് ബേസിനൊക്കെ ഉള്ള സ്ഥലത്ത് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഞാൻ ഫേസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് ഒരു ക്ലെൻസിങ് മിൽക്ക് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാം. ഇനി നല്ല രീതിക്ക് ഇത് ക്ലെൻസായി കഴിയുമ്പോൾ നമ്മൾക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. കോട്ടൺ വെച്ച് വേണമെങ്കിൽ വൈപ്പ് ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് വരാം. ഇപ്പം ഞാൻ വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി തുടച്ചു കൊടുക്കാം. ഇപ്പോൾ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ക്ലെൻസൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു ഫേസ് സ്ക്രബാണ്. ഇത് ഉപ്താൻ്റെ തന്നെ ഫേസ് സ്ക്രബാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഒരു 2 to 3 മിനിറ്റ് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. നല്ല രീതിക്ക് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ്. അതിൽ ചെറിയ രീതിയിൽ മണ്ണ് പോലെയുള്ള തരിയുള്ള ഗ്രെയിൻസും ഉണ്ട്. അപ്പോൾ മെയിൻലി നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിൽ അതുപോലെ ചിന്നിൽ ഒക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ലിപ്സിൻ്റെ മുകളിലും ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പിഗ്മെൻറ്റേഷൻ പോകാനൊക്കെ ഫേസ് സ്ക്രബ് നല്ലതാണ്. അപ്പോൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സർക്കുലർ മോഷനിൽ വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. അതുപോലെ ഒരുപാട് ഉരച്ച് സ്കിന്നിന് പോകുന്ന രീതിയിൽ ഉരയ്ക്കരുത്. അതേപോലെ എന്തെങ്കിലും കുരുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്ക്രബ് ചെയ്ത് നമ്മൾ ഡിസ്റ്റർബും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഫേസ് സ്ക്രബും വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ തുടയ്ക്കുമ്പോൾ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കളയുന്നില്ല. ഇനി അടുത്ത നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉപ്താൻ്റെ ഒരു സൂട്ടിങ് ജെല്ല് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മസാജിങ് ജെല്ലാണ്. ഇപ്പോൾ നമ്മൾ ഫേസിൽ നല്ല രീതിക്ക് ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കംപ്ലീറ്റ്ലി അബ്സോർബ് ആകാൻ വിടാം. ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടതില്ല. ഇത് നോർമൽ ഒരു അലോവേര ജെല്ലിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇത് നല്ല രീതിക്ക് ഫേസിലേക്ക് മസാജ് ചെയ്ത് അബ്സോർബ് ആക്കി കൊടുക്കാം. ഇപ്പം നമ്മൾക്ക് കവിളൊക്കെ വെക്കണം എന്നാണെങ്കിൽ സർക്കുലർ മോഷനിൽ കവിളൊക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ മെയിൻലി സ്ക്രബ് ചെയ്ത ഏരിയയിൽ ഈ ഒരു സൂട്ടിങ് ജെൽ നമ്മൾ കൊടുക്കണം. അതായത് സ്കിൻ ഇറിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫേസ് കംപ്ലീറ്റ് നല്ല രീതിക്ക് മസാജ് ചെയ്ത് അബ്സോർബ് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉപ്താൻ്റെ ഒരു മസാജ് ക്രീമാണ്. ഇതും ഒരു 10 ഗ്രാമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ഒരു 5 to 10 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം നമ്മളിത് വൈപ്പ് ചെയ്ത് കളയുക. എന്തെങ്കിലും ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു പേസ്റ്റിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. അത്രയും തിക്നെസ് ഇല്ല, എങ്കിലും ഒരു പേസ്റ്റ് ഒരു ക്രീമൊക്കെ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇത് നമുക്ക് ഫേസിലേക്ക് നല്ല രീതിക്ക് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വൈപ്പ് ചെയ്ത് കളയാം. ഇനി വൈപ്പ് ചെയ്തിട്ട് കാണാം. ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഫേസിലുള്ള ആ ഒരു നനവ് കംപ്ലീറ്റ് അങ്ങോട്ട് റിമൂവ് ആക്കുന്നില്ല.
ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉപ്താൻ്റെ ഫേസ് മാസ്ക് ആണ്. ഇതും ഒരു 10 ഗ്രാം വരുന്നൊരു യൂണിറ്റാണ്. ഇതിൻ്റെ ഒരു നല്ലൊരു ലെയർ ഫേസിലേക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് വെക്കുക. നമ്മൾ ആ സമയത്ത് സംസാരിക്കാനോ ഫേസ് ചുളുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാം. ഞാനപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഫേസ് കംപ്ലീറ്റും അതുപോലെ നെക്കിലൊക്കെ നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു പാക്ക് ഫേസിലേക്ക് ആയാൽ മാത്രം മതി. ഇനി നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ളൊരു ഗ്ലോ ക്രീം, ഉപ്താൻ്റെ തന്നെ ഒരു ഗ്ലോ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫിംഗർ ടിപ്സിലെടുത്ത് ജെൻ്റ്ലി ഫേസിലും നെക്കിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് അബ്സോർബ് ചെയ്തതിന് ശേഷം പിന്നെ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അബ്സോർബ് ചെയ്ത് അങ്ങനെ വിട്ടേക്കാം, എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പാച്ച് ടെസ്റ്റിംഗ് എപ്പോഴും റെക്കമെൻഡഡ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു 6 സ്റ്റെപ്പിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റാണ് നമ്മുടെ മമ്മ എർത്തിൻ്റെ ഉപ്താൻ ഫേഷ്യൽ കിറ്റ്. അഫോർഡബിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ.